നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരും മുമ്പ് തന്നെ ഇവിടെ വിജയം സഖാക്കന്മാർക്കെന്ന് അവകാശപ്പെടുന്ന അന്തംഗമികൾ. പാലക്കാട് LDF സ്ഥാനാർത്ഥിക്ക് വിജയദിനായി എന്ന രീതിയിൽ ആശംസ അറിയിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പാലക്കാട്ടെ CPM സ്ഥാനാർത്ഥിയായ A വിജയരാഘവനെ നിയുക്ത MP ആക്കി അഭിവാദ്യം അർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലക്കാട് എടത്തനാട്ടുകര പൊൻപാറയിലാണ് വിജയരാഘവന് അഭിവാദ്യവുമായി CPM പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. പൊൻപാറ ബൂത്ത് 2-3 കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് A വിജയരാഘവന് വേണ്ടി ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതെന്നാണ് വിവരം. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അത്തരത്തിൽ ബോർഡ് വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് CPM നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. എങ്കിൽ പോലും ഇതിന് പിന്നിൽ CPM ആണെന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ആവേശം കൊണ്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഈ വിഷയം വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. പരാജയം ഉറപ്പാണെങ്കിലും ആത്മവിശ്വാസത്തിന് യാതൊരു കുറവും CPM വരുത്താറില്ലല്ലോ എന്നതാണ് അതിൽ പ്രധാനമായും ഉയരുന്ന പരിഹാസം. ഇതിന് പല ഉദാഹരണങ്ങൾ തന്നെ നിലവിലുണ്ട്. ഒന്ന്, ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്ന മേയർ ഡ്രൈവർ തർക്കം തന്നെ. തെറ്റ് ചെയ്തത് തങ്ങളാണെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും വിഷയത്തിൽ നീതി വേണ്ടത് തങ്ങൾക്കെന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമാണ് അതിൽ പ്രധാനമായുള്ള ഉദാഹരണം. വിഷയത്തിൽ തങ്ങളാണ് നിരപരാധികൾ എന്ന് പറഞ്ഞ് മെഴുകുകയാണ് ഇരുകൂട്ടരും. പിന്നെയുള്ള പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഒരിക്കലും നടപ്പിലാകില്ലെന്ന് ഉറപ്പായിട്ടുള്ള കേരയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേന്ദ്രം എതിർത്തു. കേന്ദ്രം എതിർത്തത് കൊണ്ട് മാത്രം ആ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുന്നു. അതിനുവേണ്ടി വിപരീതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അത് മാത്രമോ, മകളുടെ കേസ് ഏറെക്കുറെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും തെറ്റ് മകൾ ചെയ്തിട്ടില്ല എന്ന മട്ടിലുള്ള മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസ പ്രതികരണവും അതിന് ഉദാഹരണമാണ്. ഇനി അടുത്തതായിട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്തെന്നാൽ, എന്ത് സംഭവിച്ചാലും കള്ളവോട്ടുള്ളതിനാൽ CPM-ന് തന്നെ വിജയം എന്ന ആത്മവിശ്വാസത്തിലാണ് ഇവർ എന്നുള്ളതാണ്. ഇനി ഈ ആരോപണങ്ങളെ തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല. കാരണം കേരളത്തിൽ കള്ളവോട്ട് കുത്തകയാക്കി വെച്ചിരിക്കുന്ന കൂട്ടരാണ് കേരളത്തിലെ CPM എന്ന കാര്യം ഒട്ടുമിക്ക തലയിൽ ആൾതാമസമുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും തെരഞ്ഞെടുപ്പിന് മുമ്പും പിൻപും എല്ലാം ഇതിനുള്ള തെളിവ് പലതവണ പുറത്തു വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ കല്യാശ്ശേരിയിലെ കള്ളവോട്ട് ചെയ്തെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 6 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. കള്ളവോട്ട് സംഘടിപ്പിക്കാനായി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക CPM ചോർത്തിയെന്ന ആന്റണിയുടെ ആരോപണവും ഇതിൽ ശ്രദ്ധേയമാണ്. പോളിംഗ് സാമഗ്രികൾക്കൊപ്പം കൈമാറുന്ന പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക 2 ദിവസം മുമ്പ് തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാക്കന്മാർ ചോർത്തി എന്നതായിരുന്നു അന്നുയർന്ന ആരോപണം. ലിസ്റ്റ് വാട്സപ്പിൽ പ്രചരിപ്പിച്ചു എന്നും ഇടതു നേതാക്കൾ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ തങ്ങളുടെ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുത്തുവെന്നും ഇത് കള്ളവോട്ടിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയായിരുന്നുവെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് അന്ന് ആന്റണി ഉന്നയിച്ചത്. ഇനി ഇതൊന്നുമല്ല, തങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, CPM നേരിന്റെ പക്ഷത്ത് മാത്രം നിൽക്കുന്നവരാണ് എന്നാണ് വാദിക്കാനുള്ളത് എങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ വിജയരാഘവനാണ് MP എന്ന് തീരുമാനിച്ചതെന്ന കാര്യം CPM തന്നെ വ്യക്തമാക്കി തരേണ്ടതുണ്ട്.